ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. ചില പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലില്ല. അവർ പലയിടങ്ങളിൽ കല്യാണത്തോടുള്ളൊക്കെ ബന്ധത്തിൽ പോയിരിക്കുകയാണ്. ആയിരിക്കുന്നിടങ്ങളിൽ അവർ സഭായോഗം കൂടിയിട്ട് അവിടെ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. മുമ്പേ ഓർപ്പിച്ച പോലെ ഞങ്ങളുടെ പ്രിയ മകളും ഈ വ്യാഴാഴ്ചയാണ് അഡ്മിറ്റ് ആകേണ്ടത്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ വ്യാഴാഴ്ച പോയി അഡ്മിറ്റ് ആകണം. കുഞ്ഞുങ്ങൾ തന്നെ മാത്രമേ ഉള്ളൂ അവിടെ. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഇതുപോലെ തന്നെ സൗദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് തലമുറകളെ നൽകി നമ്മളെ മാനിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും, തലമുറകളില്ലാത്തവർക്ക് ദൈവമായ കർത്താവ് തലമുറകളെ നൽകണം. ദൈവമായ കർത്താവ് അത് നൽകിത്തരും. നമ്മളത് വിശ്വസിക്കുക. നമ്മൾ ഐക്യതയോടെ നാം പ്രാർത്ഥിച്ചാൽ, സ്തോത്രം, ഐക്യതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞ്, ഒരു മോള്, 42 വയസ്സുണ്ട്. അവളൊരു കമ്പനിയിൽ സൂപ്പർവൈസറാണ്. അപ്പം അവർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവൾ ആ മെഷീൻ്റെ അതുവഴി പോയതാണ്. അപ്പം ഷാളാണോ മുടിയാണോ കുരുങ്ങിയെന്ന് അറിയത്തില്ല. അപ്പം തന്നെ അതെടുത്തടിച്ചു. അപ്പം തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ ദുഃഖത്തിലാണ് ആ കുടുംബം. അവരെ ഒന്ന് വിളിക്കാൻ പോലുമുള്ള മാനസിക നില എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ വളർന്ന ഞങ്ങളുടെ ഒരു പെങ്ങളുടെ മോളാണ്. ചെറുപ്പം മുതൽ എൻ്റെ കൂടെ വളർന്നൊരു സഹോദരിയുടെ മോളാണ്. കാരണം എന്ത് പറഞ്ഞാൽ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്. ഞാൻ അന്നേരം ഓർത്തു, ഞാനും ഇതുപോലെ ഒരു മെഷീനിൽ ഒരിക്കൽ കുരുങ്ങിയതാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെന്ന് പറയുമ്പോൾ, സ്തോത്രം, എത്ര വലുതാണ്. കൺമണി പോലെ കർത്താവ് നമ്മളെ കാക്കുകയും നടത്തുകയും ചെയ്യുന്ന എല്ലാ ദൈവത്തിൻ്റെ പരിപാലനത്തിനായിട്ട് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അടുത്ത സമയം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ലോകത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയത്തോടും വിറയലോടും കൂടി ആയിരിക്കണം നാം ആയിരിക്കേണ്ടത്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വേദഭാഗങ്ങളാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. ന്യായപ്രമാണം പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ് കൂടുതലായി എഴുതിയിരിക്കുന്നത്. അവരോടാണ് ആ കാര്യങ്ങൾ പൗലോസ്ലീഹ ആണ് എഴുതിയതെന്നാണ് പറയുന്നത്. കാരണം ആ ലേഖനത്തിൻ്റെ ശൈലി കാണുമ്പോൾ അറിയാൻ കഴിയും. എബ്രായരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അവർ കർമ്മങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിച്ചുകൊണ്ടിരുന്നവരാണ്. കർമ്മമാർഗം ചെയ്താണ് എന്ന് വെച്ചാൽ ഏത് ചെയ്യുന്ന പാപത്തിനും പരിഹാരമായി യാഗം കഴിച്ച് ആണ് അവർ നിയമം ചെയ്തിരുന്നത്, ദൈവത്തോട് നിയമം ചെയ്തുകൊണ്ടിരുന്നത്. പാപത്തിൽ നിന്നുള്ള വിടുതൽ, സ്തോത്രം. സത്യത്തിൽ ഈ ആട്ടിൻകുട്ടിയൊക്കെ അറക്കാൻ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, നിർദോഷിയായ ഒരു കുഞ്ഞാട് വന്ന് അറക്കപ്പെടണമെന്നുള്ള ആ ദൈവത്തിൻ്റെ ആ കാര്യങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഈ ആടിനെ അറക്കുന്നത്. അല്ലാതെ ഈ ആടിൻ്റെ രക്തം കൊണ്ടോ ഈ പശുഭസ്മം കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അതിൻ്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് വന്ന് എന്ത് ചെയ്യണം? യാഗമായി തീരണം.
അവരത് വിശ്വാസത്താൽ അംഗീകരിക്കണം. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും വായിച്ചമ്മള് 10:8 മുതൽ ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല. ഇനിയും അവൻ ഇച്ഛിച്ചില്ല. ഒരു വിധ നേർച്ച കാഴ്ചകളോ ഈ വക ഒരു കാര്യങ്ങളോ ദൈവമായ കർത്താവ് ഇച്ഛിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തിലേക്ക് കാലസമ്പൂർണതയിൽ വരുവാനിടയായി തീർന്നു. ദൈവമായ കർത്താവ് അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതിനു മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ഹനനയാഗങ്ങളും പാപയാഗങ്ങളും നീ എന്ത് ചെയ്തില്ല, ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഈ യാഗങ്ങൾ കൊണ്ടല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ആ രക്ഷ രാവിലെ സങ്കീർത്തനത്തിൽ കൂടി നമുക്കത് കേൾപ്പാനിടയായി തീർന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ എന്ന് പറയുമ്പോൾ സ്തോത്രം, ആ ഒരു കാര്യം നാം അറിയണം. സൗജന്യമായ രക്ഷ അത് നാം അറിയണം. ഹല്ലേലൂയ. കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആളാണ് കർത്താവ്. നമുക്കറിയാം, ന്യായപ്രമാണം ഭരിക്കുമ്പോൾ നമുക്ക് വായിക്കുന്നുണ്ട്, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, അന്ന് ഇസ്രായേലിലുള്ള അടിമകളായുള്ള ആളുകൾ താമസിക്കുമ്പോൾ അടിമയെ ഇത്ര കാലം കഴിയുമ്പോൾ വിട്ടയക്കണമെന്നുണ്ട്. വിട്ടയക്കുമ്പോൾ ഈ അടിമ പറയുകയാണ്, ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ യജമാനനെയും കുടുംബത്തെയും സേവിച്ച് ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞാൽ, മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, അങ്ങനെ ഒരു അടിമ പറയുകയാണെങ്കിൽ അവനെ നീ കട്ടളക്കാലിൻ്റെ അടുക്കൽ കൊണ്ടുപോയി നിർത്തണം. അങ്ങനെ ചെയ്തിട്ട് മൂർച്ചയുള്ളൊരു ഇതുകൊണ്ട് അവൻ്റെ ചെവി എന്ത് ചെയ്യണം, കട്ടളക്കാലിനോട് ചേർത്ത് വെച്ച് തുളയ്ക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ തുളയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമുണ്ട് പഴയ കാലത്ത്, ഇപ്പോഴാണ് ഡ്രില്ലിംഗ് മെഷീൻ വന്നത്. അപ്പോൾ കട്ടളക്കാലിനോട് ചേർത്ത് വെച്ച് അവൻ്റെ ചെവി എന്ത് ചെയ്യണം, തുളയ്ക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, എന്നേക്കും ഞാൻ യജമാനൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ പിരിഞ്ഞു പോകത്തില്ല എന്ന് സ്തോത്രം. അവിടെ അതാണ് അതിൻ്റെ കാര്യം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് അങ്ങനെ തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം, നീ എൻ്റെ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവഹിതത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവമായ കർത്താവ് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഗതസമനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് പകലിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിൽ, നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വലുതായ കാര്യം കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. കർത്താവിനോട് അടുത്തിരിക്കുക. ഇവിടെ രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ അമ്മച്ചിയും മക്കളും ഒക്കെ കയറി വന്ന് അവർ ഈ പാട്ടുകളും എല്ലാം അങ്ങ് പാടും. എനിക്ക് പുറത്ത് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരിക്കും, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. കാരണം അവരുടെ കാര്യം ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു ചിന്തിക്കണം. നമ്മുടെ ഈ ഹൃദയത്തിൽ ഒത്തിരി ചിന്തകളും ഭാവനകളും, നാം ആവശ്യമില്ലാതെ സ്വപ്നം കാണുന്ന പലതുമുണ്ട്. സ്വപ്നം കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, സ്തോത്രം. എന്നാൽ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിനോടുള്ള വാസമാണ് ഏറ്റവും വലുതെന്നൊരു കാര്യം അറിയണം. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ, കർത്താവുമായിട്ടുള്ള വാസം. ഈ ലോകത്തിൽ കർത്താവിനെ ഏത് തരത്തിൽ പ്രസാദിപ്പിക്കാമോ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ, അത് നാം ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. കർത്താവിനെ കൂടാതെയുള്ള സകല കാര്യങ്ങളും നഷ്ടമാകുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവിനെ കൂടാതെ എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം കർത്താവ് ഊതിക്കളയും. കർത്താവിനെ കൂടാതെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാമെന്ന് ചിന്തിച്ചാലും അത് കർത്താവ് ഊതിക്കളയും. ഹല്ലേലൂയ.
നമ്മൾ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അന്യായമായി ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അവരറിയുന്നില്ല. അവരുടെ മധ്യായുസിങ്കൽ അത് അവനെ വിട്ടുപോകും. പിന്നെ അവൻ എന്തായിത്തീരും? ഭോഷനായിത്തീരും. നമ്മുടെ ഭാവന മുഴുവനും നമുക്ക് നല്ല സമ്പത്തുണ്ടാക്കണം, പണക്കാരനാകണം, അങ്ങനെ ഒരു കാരണം ഇല്ലായ്മ വരുമ്പോൾ അതാ നമ്മുടെ ചിന്ത. എന്നാൽ നാം ശ്രദ്ധിക്കണം, അന്യായമായി മുഖത്തെ വിയർപ്പോടെ അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും ഉടായിപ്പും വിസ കേസും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഈ മുതലൊന്നും ഉണ്ടല്ലോ, ഒരിക്കലും അനുഭവിക്കാൻ പറ്റത്തില്ല. അത് വളരെ കൃത്യമായ കാര്യമാണ്. വേദപുസ്തകം വളരെ കൃത്യമായി പറയുക, അന്യായമായി ധനം സമ്പാദിച്ചാൽ ആരനുഭവിക്കുമെന്ന് അറിയത്തില്ല. അവരുടെ മധ്യായുസ്സെങ്കിൽ അവരെന്ത് ചെയ്യും? അത് വിട്ടുപോകും. പിന്നെ തിരുവചനം പറയുകയാണ്, പിന്നെ അവർ ഭോഷനായി തീരുമെന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. സ്തോത്രം, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെ വാക്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എങ്കിലും അതിനകത്ത് നമുക്ക് ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25 മുതൽ വാക്യങ്ങൾ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവിടെ ഭർത്താക്കന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ വാക്യം ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ ഒന്നും പറഞ്ഞെന്നോർത്ത് ആവർത്തനമൊന്നും വേണ്ട കാര്യം, കുഴപ്പമില്ല. കാരണം നമ്മൾ ഒന്നുകൂടെ സ്നേഹിക്കണം. അതിനുവേണ്ടിയാണ് ആവർത്തനം തന്നെ പറഞ്ഞു പോകുന്നത്. ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ എന്താ പറയേണ്ടതെന്നൊന്നും ഞങ്ങൾ ഒത്തിരി ഒന്നും ആലോചിച്ച് വരുന്നതല്ല. ഇവിടെ വരുമ്പോൾ എന്താ പറയേണ്ടതെന്നുള്ളത് ദൈവമായ കർത്താവ് പറയിപ്പിക്കും. അപ്പോൾ ഈ വാക്യം ഒന്നുകൂടെ ഉറക്കെ വായിച്ച നമ്മള്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിപ്പീൻ. സ്തോത്രം. എവിടെങ്കിലും സ്നേഹക്കുറവുണ്ടെങ്കിൽ വീണ്ടും സ്നേഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അടുത്ത് എങ്ങനെയാ സ്നേഹിക്കുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പൊ വളരെ ശ്രദ്ധിക്കണം, ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? ഹല്ലേലൂയ. അതുപോലെ സ്നേഹിക്കണം. അടുത്തത്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും നിർത്തി വായിക്കണേ. ഇത് ആർക്കുണ്ടാകരുതെന്നാ പറഞ്ഞേ? ഇത് ദൈവസഭയ്ക്കുണ്ടാകരുത്. കറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല്ല കറയും നമ്മുടെ കയ്യെ പറ്റുന്നുണ്ടോ? നമ്മുടെ ശരീരത്തെ പറ്റുന്നുണ്ടോ? നമ്മൾ ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പിടിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ? അത് മുഴുവൻ കറയാ. ഹല്ലേലൂയ. അത് ഡ്രൈ ക്ലീൻ ചെയ്താൽ പോലും പോകാത്ത കറകളുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ സ്തോത്രം ഏതെങ്കിലും ഒരു കുറവുകൾ വന്നാൽ കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ കറ മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ വെള്ളമെടുപ്പ് ഇട്ടുകൊണ്ട് പരിപാടിക്കൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഇച്ചിരി മഞ്ഞളോ എന്തെങ്കിലും പറ്റിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തെ പ്രയാസം അത്ര വലുതാണെന്നറിയാമോ? ഈ കറയും പറ്റിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം അതിനുവേണ്ടി ക്ലോറക്സ് എന്ന് പറയുന്ന ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് അവിടെ ശകല നേരം തൂക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ കറ പറ്റാനിടയാകരുത്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നിരൂപണങ്ങളിൽ, ഇതിലൊന്നും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കറ പറ്റാനിടയാകരുത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് കറ, പിന്നെന്താണ്? ചുളുക്കം ഉണ്ടാകാൻ പാടില്ലെന്ന്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഉടുപ്പൊക്കെ നമ്മൾ തേക്കാറുണ്ട്. ഹല്ലേലൂയ. പിന്നെ തേക്കണ്ടാത്ത ഉടുപ്പുമുണ്ട്. പക്ഷേ ചുളുക്കം പോലും ഉണ്ടാകാൻ പാടില്ലെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും എന്താ ചുളുക്കം ഉള്ളതുകൊണ്ടാണെന്ന് അനങ്ങാതിരിക്കുന്നത്? ചുളുക്കം ഉണ്ടാകാൻ പാടില്ലെന്ന്. ഹല്ലേലൂയ. നമ്മൾ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കുമ്പോൾ അത് ചുളുക്കമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ നമ്മൾ സഭായോഗത്തിന് പോയിരിക്കണം. ഹല്ലേലൂയ. ഇനി ഏതെങ്കിലും ഒരു നന്മയോ നേട്ടമോ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാളിൽ വലുത് ദൈവത്തിൻ്റെ കാര്യം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കത്രദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. അമേരിക്കയിൽ ഞായറാഴ്ച ജോലി ചെയ്താൽ ഇരട്ടി ശമ്പളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ജോലിയുടെ ആ ഓവർ ടൈം പോലെ വരുന്നത്. അതിനേക്കാൾ ഉപരി സഭായോഗം മുടക്കി വെച്ച് പോകരുതെന്ന് അദ്ദേഹം പറയുക. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം എന്താ? എന്തിനാ നമ്മൾ സഭായോഗം? നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി
കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് സ്വർഗത്തിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സ്വർഗം പ്രസാദിക്കുന്ന കാര്യമാണ്. നമ്മൾ രാവിലെ ഇത്രയും സമയത്ത് 8 മണി 8:15 8:50 വരിക എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വരുന്നത്. അതെനിക്കറിയാം. ഹല്ലേലൂയ. ഞാനും അലാറം വെക്കുന്നതുകൊണ്ടാണ് ഉണരുന്നത്. അല്ലേ രാവിലെ സമയം നല്ല സുഖം ഉറങ്ങാൻ. ഇന്നാണ് പ്രത്യേക സുഖം. അലാറം കേട്ടപ്പോഴാണ് ഓർത്തത്, ഹല്ലേലൂയ, നേരം വെളുത്തല്ലോ എന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ സുഖമുണ്ട്. പക്ഷേ നമ്മൾ അതെല്ലാം ത്യജിച്ചിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിനെ പ്രസാദിപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ കൂടുതൽ പൗലോസ് എങ്ങനെ എഴുതേണ്ടത്? കറ, ചുളുക്കം മുതലായതൊന്നും. ഒന്നുകൂടെ വായിച്ചാൽ മോളെ. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും. സഭയെ എങ്ങനെ ഇപ്പൊ ഭാര്യയുടെ കാര്യ പറഞ്ഞേച്ച് വന്നേച്ച് ഇവിടെ ഇപ്പൊ പറയുന്നത് എന്തുവാ? സഭയാ. സഭയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കറയും വാട്ടവും ഒന്നും വരാനിടയാകരുത്. ഇത് വാട്ടമൊക്കെ വരുത്താൻ പലതും പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. കുടുംബ ബന്ധങ്ങളെ ഒലയ്ക്കാൻ വേണ്ടി പിശാച് വലിയ തന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ പിശാചിൻ്റെ പണിയാന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലും വിവാഹബന്ധം മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആരായിരുന്നു പറഞ്ഞാലും അടി കിട്ടും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. കാരണം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. അത് ദൈവിക വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. ഞാൻ കല്യാണം നടത്തുന്ന ആളാണ്. അപ്പം ഞാൻ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. പരപ്രേരണയാലോ സ്വയപ്രേരണയാലോ ഒരു കാരണവശാലും ഇതിന് പിന്മാറാൻ പാടില്ല. ഹല്ലേലൂയ. അത് ദൈവിക വ്യവസ്ഥയാണ്. ദൈവിക കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ആയിരിക്കും വിജയിച്ചെന്നൊക്കെ ചിന്തിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയുക, സഭയ്ക്ക് വേണ്ടി യേശു കർത്താവ് ചെയ്തത് സഭയെ നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടത്. ഈ സഭയെ തേജസ്സോടെ നിർത്താൻ ദൈവം ആഗ്രഹിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഈ ശരീരവും വാട്ടവും മാലിന്യവും ഒക്കെയുള്ള ഈ ശരീരം ഒന്നുണ്ടല്ലോ, ഇത് മറ്റിട്ട് തേജസ്സോടെ നിർത്താൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നാൽ തേജസ്സോടെ നിൽക്കാൻ പറ്റുകയില്ല കേട്ടോ. ബ്യൂട്ടി പാർലറിൽ പോയി തേജസ്സോടെ നിൽക്കുന്നതല്ല ദൈവസന്നിധിയിലെ തേജസ്സോടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആ ഒരു തേജസ് പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഇവിടുത്തെ എല്ലാ ബന്ധങ്ങളും അകന്നു പോകും കേട്ടോ. ഹല്ലേലൂയ. ഇവിടുത്തെ എല്ലാ ബന്ധങ്ങളും, കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമുക്കുള്ളതൊന്നും നമ്മുടെ കൂടെ പോരത്തില്ല. സ്തോത്രം. നമ്മുടെ കൂടെ പോരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്തിരിക്കുന്ന സൽപ്രവൃത്തികൾ അഥവാ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ മാത്രമേ നമ്മളോടുകൂടെ പോരുവാനായിട്ട് ഇടയാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു തേജസ് പ്രാപിപ്പാനാ. എബ്രാഹിമിലേക്ക് തന്നെ മടങ്ങി വന്നാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. 10:9 മുതൽ. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. സ്തോത്രം. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വരുവാനിടയായി തീർന്നു. ഒന്നാമത്തേതിനെ നീക്കി കളയുന്നു, രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ. എന്താ ഈ രണ്ടാമത്തേത്? പുതിയതായ നിയമം, പഴയതായ കാര്യമല്ല. സ്തോത്രം. പണ്ട് ദൈവം ന്യായപ്രമാണം കൊടുത്തിരുന്നു, അതിനെ നീക്കിക്കളഞ്ഞിട്ട് പുതിയതൊന്ന് സ്ഥാപിക്കുക. ഇനി എന്താ പുതിയത്? നമ്മൾ നേർച്ചയോ കാഴ്ചയോ വഴിപാടോ കർമ്മങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഏത് സമയവും പിതാവിൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഏത് സമയവും പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കും. സ്തോത്രം. രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. അവൻ ഒരിക്കലായിട്ട് യാഗം കഴിച്ചുള്ളൂ. കൂടെ കൂടെ കഴിക്കേണ്ട കാര്യമില്ല. അവൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ പൗരോഹിത്യ ശുശ്രൂഷ വലിയ ശുശ്രൂഷയാണെന്നും പറഞ്ഞ് നമ്മുടെ ആളുകളോട് അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക.
ഹല്ലേലൂയ. ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു ചെമ്മാച്ചൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും ഭയങ്കര കമ്പമുള്ള ആളുകളുണ്ട് പെന്തക്കോസ്തുകാർ. എന്ന് വെച്ചാൽ ഏതാണ്ട് വലുതാന്ന്. നമ്മൾ വചനം പഠിക്കണം. നമ്മളിപ്പോൾ ആരാ? എല്ലാവരും രാജകീയ പുരോഹിത വർഗമാ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലും പാപങ്ങളെ മോചിക്കത്തില്ല. അവരിങ്ങനെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് പാപങ്ങളെ മോചിക്കത്തില്ല. സ്തോത്രം. അടുത്തത്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് എന്നേക്കും. ഇപ്പൊ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മുടെ കർത്താവ് ഇരിക്കുക. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സഭായോഗത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിനെതിരെ മത്സരിക്കുന്നവർ, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, ഹല്ലേലൂയ, അവർ പിതാവായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തോട് മത്സരിച്ച് ആരും ജയിക്കത്തില്ല കേട്ടോ. ദൈവത്തോട് മത്സരിച്ച് ആരും ജയിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തോട് മത്സരിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തോട് മത്സരിച്ചാൽ എന്ത് ചെയ്യും? അവരവൻ്റെ പാദപീഠം ആകുമ്പോളം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. എഫെസ്യ ലേഖനം തന്നെ 5-ാം അധ്യായം 31-32 വാക്യം ഭാര്യമാരെ കുറിച്ച് പറയുന്നതാണേലും അവിടെ എടുത്ത് വീണ്ടും പറയുകയാണ്. സ്തോത്രം. 5:31-32. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. സ്തോത്രം. ആ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചേ. വചനം വ്യക്തമായി പറയുക, ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അത് ഈ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരുത്തൻ കല്യാണം കഴിച്ചാൽ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായിരിക്കും. അടുത്തത്, ഈ മർമ്മം വലിയത്. ഇനിയത്തെ പ്രശ്നം, ഈ മർമ്മം ഏതാണ്? ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. പൗലോസ് ഈ കാര്യം ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞേച്ച് പറയുകയാണ്, ഇതൊരു മർമ്മമാണ്, ഇത് വലുതാണ്, ഇത് ഞാൻ എന്താ ചെയ്തേക്കുന്നത്? ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. ഹല്ലേലൂയ. നാം കർത്താവുമായിട്ട് ഒന്നായി തീരാനുള്ളവരാ. ഹല്ലേലൂയ. ഒരു ഭാര്യയും ഭർത്താവും ഒന്നായി തീരുന്നത് പോലെ നമ്മുടെ കർത്താവുമായിട്ട് നാം ഒന്നായി തീരാനുള്ളവരാ. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവുമായി നാം ഒന്നാകാനുള്ളവരാ. ലോകത്തിലെ എന്ത് ചരിത്രമുണ്ടെങ്കിലും യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമല്ലാതെ, ഇപ്പം ബൈബിളിൽ പ്രസംഗിക്കുന്ന അനേക ആളുകളും പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് കുഴപ്പമില്ല, എന്നാൽ അനേക ആളുകൾ അവിടെ നിന്ന് കറങ്ങുന്നേ. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് കറങ്ങുവാണെങ്കിൽ ഇഷ്ടംപോലെ സമയം പ്രസംഗിക്കാം. ഹല്ലേലൂയ. ഞാൻ പണ്ട് നടന്ന ഉപവാസ പ്രാർത്ഥനയെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരായ ആളുകൾ വന്നിട്ട് ഏലിയാവിൻ്റെയും ഏലീശയുടെയും കാര്യമാണ് 90% പ്രസംഗിക്കുന്നത്. അത് പ്രസംഗിക്കുവാണെങ്കിൽ കുറേ നേരം നിൽക്കാം. കാരണം സാരാഭാത്തിൽ പോകാം, അതിലേ പോകാം, ഇതിലേ പോകാം. ഇതിനൊന്നും എതിരല്ല ഞാൻ പറയുന്നത്. അതൊക്കെ വേണം, വേണ്ട എന്നല്ല പറയുന്നത്. എന്നാൽ കാതലായ കാര്യം യേശു ക്രിസ്തുവുമായിട്ടുള്ള കാര്യമാണ്. കാതലായ കാര്യം യേശുവുമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ഈ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നതുണ്ട് ഉള്ളതേ ഉള്ളൂ. കാര്യങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് വിടുതലുണ്ടെന്നും ഒക്കെയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കളിയായി പറയുന്ന കാര്യമല്ല. എനിക്ക് ഒത്തിരി കാര്യം അറിയാം. ഇങ്ങനെയുള്ള യോഗങ്ങളിലെല്ലാം പഴയമത്തിൽ നിന്ന് ഒരു കഥാപാത്രം എടുത്താലേ ആളുകൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം 2-3 മണിക്കൂർ പ്രസംഗപീഠത്തിൽ നിൽക്കണ്ടേ. അപ്പം അതിനു വേണ്ടിയാണ് അവർ പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, അവനുമായിട്ടാണ് നാം ഒന്നാകുന്നത്. അത് കർണരസമാകമാറുള്ള കാര്യമല്ല.
യേശു ക്രിസ്തുമായിട്ട് ഒന്നാകുക എന്ന് പറഞ്ഞാൽ കറയും ചുളുക്കവും പാട്ടവും ഒക്കെ മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, അത് കർണരസമാകുമാറുള്ള കാര്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. താഴോട്ട് വായിച്ചാട്ടെ, എബ്രായ ലേഖനം. എന്നാൽ നിങ്ങളും എബ്രായ ലേഖനം, ഹല്ലേലൂയ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തെയും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. നമ്മൾ അവനെ വിശ്വസിച്ചാൽ മതി, പിന്നെ ഒരു കാര്യവും നടത്തേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാഘോഷവും ഇല്ലേലും ഒരു കുഴപ്പവും ഇല്ല. എൻ്റെ ഒന്നും ബർത്ത്ഡേ ഒന്നും ആരും ആഘോഷിക്കണ്ട. ഞാൻ നമ്മുടെ പിള്ളേരെ ഒരിക്കലും കണ്ട ഇത് നമുക്ക് അതിനകത്തോട്ട് വലിയ താല്പര്യമൊന്നും, ഇതിലൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ദൈവത്തിന് നമ്മൾ അതിനുവേണ്ടി സ്തോത്രം ചെയ്യണം. ഈ നാളുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബർത്ത്ഡേക്ക് വേണ്ടിയും അതിൻ്റെ ആഘോഷത്തിനും വേണ്ടി എന്തോരം പൈസയാണ് മുടക്കുന്നതെന്നറിയാമോ? എന്തെങ്കിലും കാര്യമോ ഉണ്ടോ? അന്നേരം നമ്മൾ ഞാൻ ഇതിന് എതിരൊന്നും അല്ല പറയണ്ടേ, ന്യായം. നമ്മൾ പ്രാർത്ഥിക്കുക, ഒരു കൊച്ചു കൈക്ക് കയറി മുട്ടിക്കുന്ന ഒന്നും അല്ല ഞാൻ പറയുന്നത്, അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്തോരം പൈസകൾ ഇല്ലായ്മയെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതിന് കേക്ക് കെട്ടിയതിന് ഞാൻ എതിരല്ല കേട്ടോ, എന്നോടാരും ദേഷ്യപ്പെടണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. പിന്നെ ആരെങ്കിലും കേക്ക് മുറിക്കുന്നിടത്ത് ഉപദേശിയെ വിളിച്ചാൽ ഉപദേശിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? കാരണം എന്നാന്ന് ചോദിച്ചാൽ പാസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ, കാരണം ഞങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷമൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ പേഴ്സണലായ കാര്യം ഞാൻ പറഞ്ഞേ, ആരെങ്കിലും മുറിക്കുന്നതിനോ ധരിക്കുന്നതിനോ ഒന്നും എനിക്കെതിർ, അതൊന്നും ന്യായം. കഴിഞ്ഞ ദിവസം നമ്മുടെ പിള്ളേർക്ക് അവരുടെ ബ്രേക്ക് ഞാൻ 60 രൂപയുടെ ഏതാണ്ട് ഒരു ചെറിയ ഫ്രൂട്ട് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. കാരണം പിള്ളേർക്ക് വിഷമമല്ലേ. അപ്പോൾ അതാണെങ്കിൽ പിന്നെ ആർക്കെങ്കിലും തിന്നാനെങ്കിലും കൊള്ളാം. മറ്റേത് ബർത്ത്ഡേക്ക് മേടിക്കുന്ന മുഴുവനും കെമിക്കൽ. ഞാൻ ഒരിക്കൽ പറഞ്ഞാൽ ഞാനത് മീൻ ഇട്ട് കൊടുത്ത് എൻ്റെ ടാങ്കിലെ മീൻ മുഴുവൻ ചത്തു. നമ്മുടെ ഈ പിള്ളേർക്ക് കൊടുക്കുന്ന ബേക്കറി എല്ലാം മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. ബേക്കറി പലഹാരങ്ങൾ മുഴുവനും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക. സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്, പക്ഷേ ഇതുപോലെയുള്ളതെല്ലാം ഫാസ്റ്റ് ഫുഡ് എല്ലാം നമ്മളെ ഇല്ലായ്മ ചെയ്യുക. സ്തോത്രം, ശ്രദ്ധിക്കണേ, ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് പോയെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, നമ്മുടെ കർത്താവുമായിട്ടുള്ള കാര്യമാണ്. അവൻ നമ്മളെ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇല്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയും ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നാം വരുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചേ. ഇന്ന് പകലിൽ നമ്മളിൽ എവിടെയെങ്കിലും കറയോ ചുളുക്കമോ വാട്ടമോ ഉണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ എവിടെയാണ് നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനുള്ളവരാ, കർത്താവുമായിട്ട് ഒന്നാകാനുള്ളവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.